ഹല്ലേലൂയ. ദൈവവചനത്തെ കേൾക്കുവാനും സ്വന്തമാക്കുവാനും വീണ്ടും അവസരം നൽകിയ നമ്മുടെ കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സമാധാനം ആശംസിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുവാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓശാന തിരുനാളും പെസഹ തിരുനാളും അതിന്റെ പൂർണ്ണതയിൽ ഏറ്റവും യോഗ്യതയോടെ സ്വീകരിക്കുവാൻ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിശുദ്ധമായ നിമിഷങ്ങളിൽ ഇപ്രകാരം ദൈവവചനത്തിന് മുൻപിലായിരിക്കുവാൻ നമുക്കെല്ലാവർക്കും അവസരം നൽകിയ നമ്മുടെ കർത്താവിന് ഒരിക്കൽ കൂടെ സ്നേഹത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. സാധിക്കുന്ന എല്ലാവരും വിശുദ്ധ ബൈബിൾ കൈകളിലെടുത്ത് പ്രാർത്ഥനാപൂർവം ആനന്ദത്തോടെ നമുക്ക് ഒരുമിച്ച് യേശുവിന്റെ സ്നേഹത്തിൽ ഐക്യപ്പെട്ട് തുറന്നു വരുന്ന ശുശ്രൂഷകളിൽ ഏറെ താല്പര്യത്തോടെ നമുക്ക് പങ്കുകൊള്ളാം. ദൈവവചനത്തിന്റെ ചുരുളുകൾ അഴിയപ്പെടുമ്പോൾ അവിടെ പ്രകാശം പരക്കുന്നു. എവിടെയെല്ലാം കർത്താവിന്റെ വചനം വെളിപ്പെടുന്നുവോ അവിടെ അന്ധകാര ശക്തികൾ തകർക്കപ്പെടുന്നു. ഈ വചന ശുശ്രൂഷയുടെ മുൻപിൽ നമ്മളായിരിക്കുമ്പോൾ കർത്താവ് തന്റെ വചനം അയച്ച് നമ്മുടെ ജീവിതങ്ങളിലുള്ള, കുടുംബങ്ങളിലുള്ള, നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മണ്ഡലങ്ങളിലുള്ള എല്ലാ അന്ധകാര വ്യാപാര ശക്തികളെ തകർക്കുകയാണ്. വചനം അയച്ച് കർത്താവ് തലങ്ങളെല്ലാം വിശുദ്ധീകരിക്കുകയാണ്. യേശു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ വചനത്തിന് നമ്മളെ ശുദ്ധീകരിക്കുവാനുള്ള അത്ഭുത ശക്തിയുണ്ട്. ഇന്നേ ദിവസം തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് പുളിപ്പിനെ മാറ്റിക്കളയേണ്ടത് ആവശ്യകതയെക്കുറിച്ചാണ്. എന്താണ് പുളിപ്പ്? തുറന്നു വരുന്ന മണിക്കൂറുകളിൽ വചനത്തിലൂടെ ദൈവാത്മ നമ്മളെ പഠിപ്പിക്കും. ലേവ്യ പുസ്തകം 23-ാം അധ്യായം 5ഉം 6ഉം തിരുവചനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ ദൈവം തന്റെ ജനത്തോട് പെസഹ തിരുനാളിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പറയുകയാണ്. വചനം പറയുന്നു, 1-ാം മാസം 14-ാം ദിവസം വൈകുന്നേരം കർത്താവിന്റെ പെസഹയാണ്. ആ മാസം 15-ാം ദിവസം വരെ കർത്താവിനുള്ള പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളാണ്. 7 ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. പെസഹ തിരുനാളും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളും ഒരുമിച്ചാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇത് രണ്ടും വളരെ അഭേദ്യമായ ബന്ധമാണുള്ളത്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ പറ്റും, പെസഹ അതായത് പുളിപ്പില്ലാത്ത അപ്പത്തിന് തിരുനാൾ അടുത്തു. വീണ്ടും 22-ന്റെ 7 നമുക്ക് കാണാൻ പറ്റും, പെസഹ കുഞ്ഞാടുകളെ ബലിയർപ്പിക്കേണ്ട പുളിപ്പില്ലാത്ത അപ്പത്തിന് തിരുനാൾ വന്നു ചേർന്നിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ വിശുദ്ധ വചനം വളരെ വ്യക്തമായി നമ്മുടെ ജീവിതങ്ങളോട് പറയുകയാണ്. പെസഹ ആചരിക്കേണ്ടത്, പെസഹ ഭക്ഷിക്കേണ്ടത്, പെസഹായി നമ്മൾ സ്വന്തമാക്കേണ്ടത് നമ്മൾ പുളിപ്പില്ലാതെയാണ്. നമ്മുടെ പെസഹ കുഞ്ഞാട് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തുവ. ഒരു വ്യക്തി യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കി കഴിഞ്ഞാൽ, യേശുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, പിന്നെ അവന്റെ ജീവിതം, അവളുടെ ജീവിതം പുളിപ്പില്ലാത്തതായി മാറണം. 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. 7 എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളിൽ പൂർണ്ണതയെ കാണിപ്പിക്കുന്ന സംഖ്യയാണ്. എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതം മുഴുവൻ വിശുദ്ധി കൊണ്ട് നിറയുകയാണ്, വിശുദ്ധിയുടെ പരിമളം കൊണ്ട് നിറയുക. യേശുവിനെ ആര് കണ്ടുമുട്ടിയോ, യേശുവുമായി ആര് വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വന്നുവോ, അവന്റെ സ്നേഹത്തിൽ ആരൊക്കെ ആഴപ്പെടുന്നുവോ, അവരെല്ലാം അവരുടെ ജീവിത അവസാനം വരെ വിശുദ്ധിയിൽ നിലനിൽക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. നമ്മൾ പുളിപ്പില്ലാതെ പെസഹ കൊണ്ടാടുവാൻ, പെസഹ ഭക്ഷിക്കുവാൻ വചനം നമ്മോട് ആവശ്യപ്പെടുകയാണ്. എന്താണ് ഈ പുളിപ്പ്? ഇന്ന് അനേകർക്ക് സംശയമുണ്ട്, എന്താണ് ഈ പുളിപ്പ്? വിശുദ്ധനായ പൗലോസ് പറഞ്ഞു, കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 7ഉം 8ഉം തിരുവചനങ്ങളിൽ പൗലോസ്ലീഹ പറഞ്ഞു, നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അശുദ്ധിയും എല്ലാവിധ തിന്മയുമാകുന്ന പഴയ പുളിപ്പ് നിങ്ങൾ നീക്കിക്കളയുവിൻ. എന്താണ് പുളിപ്പ്? പാപമാണ് പുളിപ്പ്. എല്ലാവിധത്തിലുള്ള അശുദ്ധിയും തിന്മയുമാകുന്ന ആ പാപം, ഈ പാപത്തെ, അശുദ്ധിയെ, തിന്മയെ പറയുന്ന വിശുദ്ധ ബൈബിളിൽ പറയുന്ന പേരാണ് പുളിപ്പ്.
യേശു തന്നെ ഈ പുളിപ്പിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ യേശു പറഞ്ഞു, നിങ്ങൾ ഫരിസയരുടെ പുളിപ്പിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്താണ് ഫരിസയരുടെ പുളിപ്പ്? അവരുടെ കപടഭക്തിയാണ്, കാപട്യമാണ്. യേശു പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട ഒരു പുളിപ്പാണ് കാപട്യം, കപടഭക്തി. നമ്മുടെ കർത്താവ് വെറുക്കുന്ന വലിയൊരു തിന്മയാണ് പ്രിയമുള്ളവരെ കാപട്യവും കപടഭക്തിയും. യാഥാർത്ഥ്യം എന്തായിരിക്കുന്നുവോ അത് മറച്ചു വെച്ച് അതിനേക്കാൾ മെച്ചപ്പെട്ടൊരു ധാരണ മറ്റുള്ളവർക്ക് നൽകുന്നതാണ് കാപട്യം. ഇത് വളരെ വലിയ പുളിപ്പാണെന്ന് യേശു നമ്മളെ പഠിപ്പിക്കുകയാണ്. രണ്ടാമത് യേശു പറഞ്ഞു, നിങ്ങൾ സദുക്കായരുടെ പുളിപ്പിനെ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. എന്താണ് സദുക്കായരുടെ പുളിപ്പ്? മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 11-ഉം 12-ഉം തിരുവചനങ്ങൾ പരിശോധിക്കുമ്പോൾ കാണുവാൻ പറ്റും. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ സദുക്കായരുടെ പ്രബോധനത്തെ ശ്രദ്ധിക്കുക. ദുരുപദേശം, തെറ്റായ പ്രബോധനം, തെറ്റായ പഠനങ്ങൾ അതൊരു പുളിപ്പാണെന്ന് യേശു പറയുകയാണ്. ഇന്ന് പിശാച് ഈ പുളിപ്പ് വ്യക്തി ജീവിതങ്ങളിൽ, സഭാ സമൂഹങ്ങളിൽ, അനേകം ദൈവമക്കളിൽ ഒരു വലിയ കളയായി ഇന്ന് വിതച്ചുകൊണ്ടിരിക്കുക. ദുരുപദേശങ്ങളുടെ പുറകെ, തെറ്റായ പ്രബോധനങ്ങളുടെ പുറകെ ഇന്ന് അനേകം ദൈവമക്കൾ പോയി സത്യവിശ്വാസത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചു പോകുന്ന കാഴ്ചകൾ ഈ നാളുകളിൽ നമുക്ക് കാണുവാൻ പറ്റും. യേശു വിളിച്ചു പറഞ്ഞു, ഇത് വലിയ ഒരു പുളിപ്പാണ്. മൂന്നാമത് യേശു പറഞ്ഞു, നിങ്ങൾ ഹേറോദസിന്റെ പുളിപ്പ് സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്താണ് ഹേറോദസിന്റെ പുളിപ്പ്? മാർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ കർത്താവ് വളരെ വ്യക്തമായി ഇപ്രകാരം പറയുന്നുണ്ട്. യേശു പറയുകയാണ്, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, ഹേറോദസിന്റെയും പുളിപ്പിനെ കുറിച്ച് നിങ്ങൾ കരുതലോടിരിക്കുവിൻ. വീണ്ടും മാർക്കോസിന്റെ സുവിശേഷം 3-5 നമുക്ക് കാണുവാൻ പറ്റും ഈ ഹേറോദസിന്റെ പുളിപ്പ് എന്താണെന്ന്. എന്താണ് വിശുദ്ധ വചനം പറയുന്നത്? അവിടെ ബൈബിൾ പറയുകയാണ്, ഫരിസയർ ഉടനെ പുറത്തിറങ്ങി യേശുവിനെ നശിപ്പിക്കുവാൻ വേണ്ടി ഹേറോദസ് പക്ഷക്കാരുമായി ആലോചന നടത്തി. പ്രിയ ദൈവമക്കളെ, ലോകത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി, ലോകത്തിന്റെ സ്വാധീനങ്ങൾക്ക് വേണ്ടി, ലോകത്തിന് മുൻപിൽ വലിയവരാകുവാൻ വേണ്ടി സ്നേഹബന്ധങ്ങളെ പ്രയോജനപ്പെടുത്തുക, സ്നേഹബന്ധങ്ങളെ അതിനുവേണ്ടി ഉപയോഗിക്കുക. ഇതാണ് ഹേറോദസിന്റെ പുളിപ്പ്. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ ഈ പുളിപ്പുണ്ട്. കർത്താവിന്റെ വചനത്തിന് മുൻപിൽ നമ്മളായിരിക്കുമ്പോൾ പരിശുദ്ധാത്മ വിളിച്ചു പറയുകയാണ്, ഇന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ പുളിപ്പിനെ നമ്മൾ എടുത്തു കളഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പെസഹ അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇത് അനേകം വ്യക്തികൾക്ക് കർത്താവിന്റെ സാന്നിധ്യം കൃപയായി, അഭിഷേകമായി, ശക്തിയായി സ്വീകരിക്കാൻ കഴിയാത്തതിന്റെ ഒരു പ്രധാന കാരണം അവരുടെ ജീവിതത്തിലുള്ള പുളിപ്പാണ്. പ്രിയ സഹോദര സഹോദരി, ദൈവത്തിന്റെ സാന്നിധ്യം, അവന്റെ അഭിഷേകം, അവന്റെ കൃപ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഏറെ ആഗ്രഹത്തോടെ നമ്മൾ ഏറ്റുവാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഈ വിശുദ്ധ വാരത്തിലെ ശുശ്രൂഷകൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറണമെങ്കിൽ, അഭിഷേകമായി മാറണമെങ്കിൽ, നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് പുളിപ്പിനെ ഞാനും നിങ്ങളും എടുത്തു മാറ്റിയേ മതിയാകുമെന്ന് ദൈവത്തിന്റെ വിശുദ്ധ വചനം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് ഞാനും നിങ്ങളും ഈ പുളിപ്പ് മാറ്റേണ്ടത്? കർത്താവ് നമുക്കൊരു യാഥാർത്ഥ്യമായി അനുഭവപ്പെടണോ? യേശുവിന്റെ രക്തശരീരങ്ങൾ സ്വീകരിക്കുമ്പോൾ, നമ്മൾ പെസഹ ഭക്ഷിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതങ്ങൾക്ക് അഭിഷേകമായി, കരുത്തായി, ശക്തിയായി വെളിപ്പെടണമോ? വചനം പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഏതൊക്കെ തലങ്ങളിൽ നിന്നാണ് ഈ പുളിപ്പ് മാറ്റേണ്ടത്? പുറപ്പാടിന്റെ പുസ്തകം 13-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ വചനം പറയുന്നു, നിങ്ങളുടെ പക്കൽ പുളിപ്പ് ഉണ്ടാകരുത്. നിങ്ങളുടെ പക്കൽ പുളിപ്പുണ്ടാകരുത്. ഒന്നാമതായി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന്റെ വിശുദ്ധി പാലിക്കണം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഈ പുളിപ്പ് പറ്റിപ്പിടിച്ചിരിക്കരുത്. അതുണ്ടെങ്കിൽ ഒരിക്കലും കർത്താവിന് അനുഭവിക്കാൻ നമുക്ക് പറ്റത്തില്ല. കർത്താവിന്റെ പ്രവർത്തികൾ വെളിപ്പെടുകയില്ല. കർത്താവിന്റെ സാന്നിധ്യം അഭിഷേകമായി, അത്ഭുതമായി സ്വന്തമാക്കാൻ പ്രിയ ദൈവമക്കളെ നമുക്ക് പറ്റുകയില്ല. ഒരിക്കല് ഒരു ധ്യാന ശുശ്രൂഷ സമയത്ത് ദമ്പതികൾ കാണുവാനായിട്ട് വന്നു. അവർ പേഴ്സണലി എന്നെ കാണുവാനായിട്ട് വന്നു. അവര് പറഞ്ഞു, പല ധ്യാനങ്ങൾ ഞങ്ങൾ കൂടിയിട്ടുണ്ട്, പല ശുശ്രൂഷകൾ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്.
ഞങ്ങൾക്ക് കർത്താവിൽ വളരാൻ ആഗ്രഹമുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, നല്ല കാര്യം, ഇതുപോലുള്ള ദമ്പതികളെയാണ് ഇന്ന് ആവശ്യം എന്നൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരൊരു കാര്യം പറഞ്ഞു, സഹോദര, ഞങ്ങൾക്ക് കർത്താവിൽ വളരാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അതിനുവേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അഭിഷേകം ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല, അത് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഒരു നിമിഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് വെളിച്ചം വീശി. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന്റെ വിശുദ്ധിക്ക് നിരക്കാത്തത് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എവിടെ ഇരുന്ന പ്രാർത്ഥിക്കുന്നത്? അവർ പറഞ്ഞു, ഞങ്ങളുടെ ബെഡ്റൂമിലിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. പെട്ടെന്ന് ദൈവാത്മാവ് ഒരു ചിന്ത തന്നു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ബെഡിന്റെ അടിയിൽ എന്താണ് ഇരിക്കുന്നത്? അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നോക്കുക. അവർ ഉത്തരം പറയുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ കൃത്യമായിട്ട് പറയാൻ പറഞ്ഞു. ഉടനെ സഹോദരി പറഞ്ഞു, ഞാൻ ആഗ്രഹിച്ചിട്ട് ചേട്ടായി പറഞ്ഞിട്ടാ. കാരണം ചോദിച്ചറിഞ്ഞ് വന്നപ്പോൾ കർത്താവിൽ വളരെ ആഗ്രഹമുണ്ട്, വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അവർ പുളിപ്പ് മാറ്റാൻ ഇഷ്ടപ്പെടുന്നില്ല. അശ്ലീലമായ ചിത്രീകരണങ്ങള് ഇത് കണ്ട് രസിച്ച് അത് കാട്ടിക്കൂട്ടുന്ന വഷളത്തരങ്ങൾ കണ്ട് ആസ്വദിച്ച് അവർ രണ്ടുപേരും കൂടി കൈകൾ കോർത്ത് പിടിച്ച് കർത്താവിനെ ആരാധിക്കുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എങ്ങനെയാ കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി വരിക? നമ്മുടെ കർത്താവ് അത്രയും മണ്ടനാണോ? ദൈവത്തിന്റെ വിശുദ്ധിയിൽ നമ്മൾ നിന്നെങ്കിൽ മാത്രമേ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് വിശുദ്ധ വചനം പറയുന്നത്, നിന്റെ പക്കൽ നിന്റെ ജീവിതത്തിൽ പുളിപ്പുണ്ടാകരുത്, അശുദ്ധി ഉണ്ടാകരുത്. നമ്മുടെ നോട്ടവും നമ്മുടെ ശ്രവണവും നമ്മുടെ സ്പർശനവും നമ്മുടെ കാഴ്ചകളും ഇതെല്ലാം കർത്താവിനായി വിശുദ്ധീകരിക്കപ്പെടണം. കർത്താവിന്റെ അൾത്താര മേശയ്ക്ക് അരികെ 12 പേര് ഇരിക്കുകയാ. കർത്താവ് തന്റെ രക്തവും ശരീരവും തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാ. എന്നാൽ യൂദാസിനെ യേശു തന്റെ രക്തശരീരങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ വചനം പഠിപ്പിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ, യേശു അപ്പക്കഷ്ണം യൂദാസിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവനിൽ പിശാച് പ്രവേശിച്ചു. എന്തുകൊണ്ടാ? യേശു നേരിട്ട് യൂദാസിന് തന്റെ രക്തശരീരങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവനിൽ പിശാച് പ്രവേശിച്ചത്. കാരണം അവൻ പുളിപ്പുള്ളവനായിരുന്നു. അവന് ഈ പെസക ഭക്ഷിക്കുവാനുള്ള യോഗ്യതയുണ്ടായിരുന്നില്ല. അശുദ്ധിയോടുകൂടെ, ഒരുക്കമില്ലാതെ, അയോഗ്യതയോടുകൂടെ അവൻ ഈ അൾത്താര മേശയിൽ വന്നിരുന്നത്. ഒന്നാമതായി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലുള്ള സകല പുളിപ്പുകളും എടുത്തുമാറ്റി കർത്താവിന്റെ വിശുദ്ധിയിൽ പ്രിയ ദൈവജനമേ നമ്മൾ നിൽക്കുമ്പോൾ പെസക നമുക്കൊരു അഭിഷേകമായി മാറും. രണ്ടാമത് വചനം പറയുകയാണ്, പുറപ്പാടിന്റെ പുസ്തകം 12-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ. അവിടെ വചനം പഠിപ്പിക്കുകയാ, നിങ്ങളുടെ ഭവനത്തിൽ പുളിപ്പ് നീക്കിക്കളയണം. നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് പുളിപ്പ് നീക്കിക്കളയണം. നമ്മുടെ കുടുംബത്തിന് അന്തരീക്ഷത്തെ നമ്മൾ ആത്മീയമായി വിശുദ്ധീകരിക്കണം. നമ്മുടെ കുടുംബത്തിൽ കർത്താവിന്റെ സാന്നിധ്യത്തിന് റെസ്റ്റ് ചെയ്യാൻ പറ്റണം. കർത്താവിന്റെ സാന്നിധ്യത്തിന് നമ്മുടെ കുടുംബങ്ങളിൽ വിശ്രമിക്കാനായിട്ട് പറ്റണം. നിയമാവർത്തന പുസ്തകം 7-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ വചനം പറയുന്നു, വിഗ്രഹത്തെ പോലും നിങ്ങളും ശാപഗ്രസ്തരാകാതിരിക്കാൻ കർത്താവിന് നിന്ദ്യമായ ഒരു വസ്തുവും നിങ്ങളുടെ ഭവനത്തിലേക്ക് കൊണ്ടുവരരുത്. പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളൊന്ന് ചോദിക്കട്ടെ, വളരെ സ്നേഹത്തോടു കൂടി ചോദിക്കുക, കർത്താവിന്റെ പരിശുദ്ധിക്ക് നിരക്കാത്തതായ വസ്തുവകകൾ ഇന്ന് നമ്മുടെ കുടുംബാന്തരീക്ഷത്തിലുണ്ടോ? കർത്താവിന്റെ പരിശുദ്ധിക്ക് നിരക്കാത്തതായ പ്രവൃത്തികൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് വെളിപ്പെടുന്നുണ്ടോ? വചനത്തിന് മുൻപിൽ ഇരുന്ന് നമ്മൾ കൃത്യമായി പരിശോധിക്കണം. കാരണം അവന്റെ അഭിഷേകം, ദൈവത്തിന്റെ ശക്തമായ പ്രവൃത്തികൾ നിന്റെ കുടുംബത്തിലേക്ക് കർത്താവ് വെളിപ്പെടുത്തുവാനും പകരുവാനുമായി പോവുകയാ. ഇത് അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കണമെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ കർത്താവിനായി വിശുദ്ധീകരിക്കപ്പെടണം. ഈ വചനം ഒരിക്കലും ഒരു സ്ഥലത്ത് പ്രഘോഷിക്കപ്പെട്ടപ്പോൾ ഒരു സഹോദരൻ ഓടി വന്നുകൊണ്ട് ഇപ്രകാരം അനുഭവം പറഞ്ഞു, സഹോദര, കർത്താവിന്റെ പരിശുദ്ധിക്ക് നിരക്കാത്തതായ ഒരു വസ്തു എന്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. ഞാൻ ചോദിച്ചു, എന്നാ ഇരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വിദേശത്താണ് ജോലി ചെയ്യുന്നത്, ഒരുപാട് സമ്പത്തുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഏകദേശം 2.5 ലക്ഷം രൂപ വില വരുന്ന ഒരു മദ്യക്കുപ്പി, ഇത്രയുണ്ട്, ഒരു മദ്യക്കുപ്പി അദ്ദേഹം ഷോക്കേസിൽ വെച്ചിരിക്കുക. കുടിക്കാനല്ല, വീട്ടിൽ വരുന്ന ആൾക്കാർ ഇതെല്ലാം കാണുവാൻ. തന്റെ പ്രതാപവും സാമ്പത്തിക ശേഷിയുടെ മികവൊക്കെ കണ്ട് എല്ലാവരും തന്നെ കുറിച്ച് വലിയ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഈ മനുഷ്യൻ 2.5 ലക്ഷം രൂപ മുടക്കി
ഇത്രയും പോന്ന ഒരു വലിയ കുപ്പി ഷോക്കേസിൽ വെച്ചിരിക്കുകയാണ്. ദൈവാത്മാവ് അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് കർത്താവിന് നിന്ദ്യമാണ്. നിന്റെ ഭവനത്തിൽ എന്റെ സാന്നിധ്യം ഇറങ്ങി വരണമെങ്കിൽ, നിന്റെ ഭവനത്തിൽ എന്റെ അഭിഷേകം വെളിപ്പെടണമെങ്കിൽ ഈ നിന്ദ്യമായ വസ്തു എടുത്തു മാറ്റുക. അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? ആ 2.5 ലക്ഷം രൂപ വില വരുന്ന ഈ മദ്യക്കുപ്പി എടുത്ത് പൊട്ടിച്ചു കളഞ്ഞ് ആ മദ്യം ആ കുപ്പി അദ്ദേഹം നശിപ്പിച്ചു കളഞ്ഞു. പ്രിയ ദൈവമക്കളെ, അദ്ദേഹം ഇപ്രകാരം എന്നോട് പറഞ്ഞു, 4 വർഷമായി അദ്ദേഹം ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ വിഷയത്തിന് വേണ്ടി. പക്ഷേ ദൈവം ഇടപെട്ടില്ല. എന്നാൽ ഈ നിന്ദ്യമായ വസ്തു എടുത്തു മാറ്റി അദ്ദേഹം തന്റെ കുടുംബത്തെ ആത്മീയമായി വിശുദ്ധീകരിച്ചു കഴിഞ്ഞു. ഇതുപോലെ പലതും അദ്ദേഹം തിരിച്ചറിയാൻ കഴിഞ്ഞു. അതൊക്കെ എടുത്തു മാറ്റി തന്റെ കുടുംബത്തെ കർത്താവിനായി വിശുദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ വളരെ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു, 4 വർഷമായി കുടുംബത്തിന് പ്രത്യേക ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു, പക്ഷെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടില്ല. എന്നാൽ എന്റെ ഭവനത്തെ ഞാൻ കർത്താവിനായി ആത്മീയമായി വിശുദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായി ആ വിഷയങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. കർത്താവിന്റെ കരം ആ വിഷയത്തിന് മേൽ നീട്ടപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, മനസ്സിലാക്കുക, നമ്മുടെ കുടുംബങ്ങൾ കർത്താവിനായി വിശുദ്ധീകരിക്കപ്പെടണം. നമ്മുടെ കുടുംബത്തിൽ പുളിപ്പുണ്ടാവാൻ പാടില്ല. യഹൂദന്മാര് ഈ പെസഹ ആചരിക്കുന്ന സമയത്ത് യഹൂദ ചരിത്രകാരനായ ജോസഫൂസ് പറയുന്നുണ്ട്, അവർ പെസഹ തിരുനാൾ കൊണ്ടാടുന്നതിനേക്കാൾ മുൻപ് ഒരു വീട് ശരിക്കും അടിച്ചു പറക്കി അവർ പരിശോധിക്കും. എന്തെങ്കിലും പുളിപ്പ് കുടുംബത്തിൽ ഏതെങ്കിലും മേഖലകളിലുണ്ടോ, അവിടെ ഇവിടെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടോ, ഒളിച്ചിരിപ്പുണ്ടോ, അവർ ശരിക്കും കുടുംബത്തെ മുഴുവൻ പരിശോധിക്കും. അതിനുശേഷമാണ് അവർ കർത്താവിന്റെ പെസഹ ആനന്ദത്തോടെ വിശുദ്ധിയോടെ കൊണ്ടാടുന്നത്. പ്രിയമുള്ളവരെ, ഈ വചനം നമുക്കും വലിയ ബാധകമാണ്. എന്റെ കുടുംബം, നമ്മുടെ കുടുംബം ഇന്ന് കർത്താവിന് വിശുദ്ധമാണോ? നമ്മുടെ കുടുംബത്തെ നോക്കി കർത്താവിന് പുഞ്ചിരിക്കാൻ പറ്റുമോ? നമ്മുടെ കുടുംബങ്ങളിലുള്ള പുളിപ്പ് മാറ്റുക. 3ാമത് ഒരു തലം വചനം പഠിപ്പിക്കുകയാണ്. പുറപ്പാടിന്റെ പുസ്തകം 13-ാം അധ്യായം 7-ാം തിരുവചനം തന്നെ. അതിപ്രകാരമാണ്, പുളിപ്പ് നിങ്ങളുടെ നാട്ടിലെങ്ങും ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ സമസ്ത മണ്ഡലങ്ങളുമാണ്. നമ്മൾ വ്യാപരിക്കുന്ന പ്രതലങ്ങൾ, നമ്മൾ ഏർപ്പെടുന്ന വ്യാപാരങ്ങളിൽ ഒന്നും പുളിപ്പുണ്ടാകരുത്. നമ്മുടെ തൊഴിൽ മേഖലകളിൽ, നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ സാമ്പത്തിക വിഷയങ്ങളിൽ, നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ പഠന മേഖലയിൽ, മറ്റ് സാഹചര്യങ്ങളിൽ ഒന്നും പുളിപ്പുണ്ടാകരുത്. നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മണ്ഡലങ്ങളും കർത്താവിനേറെ വിശുദ്ധമായിരിക്കണം. നമ്മുടെ പെസഹ കുഞ്ഞാടിനെ നമുക്ക് ആവോളം സ്നേഹിക്കാം. നമുക്ക് വേണ്ടി അറുക്കപ്പെടുന്ന, നമുക്ക് വേണ്ടി മുറിക്കപ്പെട്ട, നമ്മെ വീണ്ടെടുത്ത് രക്ഷിച്ച കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കി നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് യേശുവിനായി സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് കർത്താവിനായി സമർപ്പിക്കാം. നമ്മൾ പാടുന്നില്ലേ, ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ, പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകും നാഥനായി. ഈ ഒരു അഭിഷേകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഈ ഒരു തലങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഏറെ ഒരുക്കത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ വാരത്തിലെ ഓരോ ശുശ്രൂഷകളും നമുക്ക് അനുഗ്രഹമായി, അഭിഷേകമായി മാറുവാനായി നമുക്ക് ഏറെ വിശുദ്ധിയോട് ഒരുങ്ങി പ്രാർത്ഥിക്കാം. ഈ ലോകത്തിൽ കറയറ്റ, കുറ്റമറ്റ ദൈവമക്കളായി നമുക്ക് കർത്താവിന്റെ അഭിഷേകത്തെ വെളിപ്പെടുത്താം. വചനം പറഞ്ഞതുപോലെ നമ്മൾ പുളിപ്പില്ലാത്തവരാകുക, പുളിപ്പില്ലാത്തവരായി മാറുക. സകല പുളിപ്പുകളെയും എടുത്തു കളഞ്ഞ് കർത്താവിന്റെ വിശുദ്ധിയായി നമ്മുടെ ജീവിതങ്ങൾ മാറട്ടെ. അതിനായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ കുടുംബങ്ങളെയും അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവ് സമൃദ്ധമായി നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകും നാഥനേ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകും നാഥനേ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാ
പരമപരിശുദ്ധനായ കർത്താവിന്റെ മുൻപിൽ ഏറെ ആനന്ദത്തോടെ നമുക്കായിരിക്കാം. തിരുവോസ്യരൂപനായി പരിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യയെ കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം കൂടുതലായി നമുക്ക് അനുഭവിക്കാം. നമ്മൾ വിശുദ്ധ വാരത്തോട് അടുത്തു വന്നിരിക്കുകയാണ്. ഈ സമയം തന്നെ ഇപ്രകാരം ഈ ആരാധന ശുശ്രൂഷകളിൽ പങ്കുകൊള്ളുവാൻ കൃപ നൽകിയ കർത്താവിനെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. വിശുദ്ധ വാരത്തിലെ ഓരോ ശുശ്രൂഷകളും അഭിഷേകമായി, കൃപയായി നമ്മുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ വ്യാപരിക്കുവാനായി ഏറെ നുറുങ്ങിയ ഹൃദയത്തോടെ ദിവ്യകാരുണ്യനാഥന്റെ മുൻപിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിന് ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് നമ്മൾ പുളിപ്പിനെ മാറ്റിക്കളയേണ്ടത്. ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. എന്താണ് പുളിപ്പ്? സകല അശുദ്ധിയും പാപവുമാകുന്ന പുളിപ്പിനെ മാറ്റി കർത്താവിന്റെ പരിശുദ്ധിയിൽ നമ്മൾ ആയിരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് തിരുവചനത്തിലൂടെ ദൈവാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. ഈ ആരാധന നിമിഷങ്ങളിൽ ഇരുകരങ്ങളും കർത്താവിന്റെ മുൻപിലേക്ക് നമുക്ക് യാചനാപുറം നീട്ടിപ്പിടിച്ച് നുറി ഹൃദയത്തോടെ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കറയില്ലാത്ത രക്തം, യേശുവിന്റെ അത്ഭുത രക്തം നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലേക്കും, നമ്മുടെ കുടുംബങ്ങളിലേക്കും, ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലേക്കും, നമ്മുടെ സമൂഹങ്ങളിലേക്കെല്ലാം ഒഴുകപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് യേശുവിന്റെ രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. ക്രിസ്തുവിന്റെ കറയില്ലാത്ത രക്തം സകല പാപങ്ങളിൽ നിന്നും നമ്മൾ വിശുദ്ധീകരിക്കുവാൻ അത്ഭുത ശക്തിയുള്ളതാണ്. ഈ ആരാധന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും ഇതാ യേശുവിന്റെ രക്തം പെരുമഴയായി പെയ്തിറങ്ങുന്നു. കുടുംബങ്ങളിലേക്ക് യേശുവിന്റെ രക്തം ഒഴുകപ്പെടുന്നു. പരിശുദ്ധ കുർബാനയെ നോക്കിക്കൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. യേശു നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന വിടുതലിന്റെ സമയമാണ്. ഇത് കൃപയുടെ സമയമാണ്. യേശുവിനെ നോക്കിക്കൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഇത് അനേകം ജീവിതങ്ങളിൽ, അനേകം കുടുംബങ്ങളിലുള്ള സകല പാപത്തിന്റെ കെട്ടുകളെ യേശു പൊട്ടിച്ചു കളയുന്നു. ആ തലങ്ങളിലേക്കെല്ലാം ക്രിസ്തുവിന്റെ കറയില്ലാത്ത രക്തം ഒഴുകപ്പെടുന്നു. യേശുവിനായി നമ്മുടെ ജീവിതങ്ങൾ, കുടുംബങ്ങൾ, സമൂഹങ്ങൾ, കൂട്ടായ്മകൾ വിശുദ്ധീകരിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇരു കരങ്ങളും ദിവ്യകാരുണ്യനാഥന്റെ മുൻപിൽ ഉയർത്തിപ്പിടിച്ച് നമുക്ക് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകം ചെയ്യണമേ, ശക്തീകരിക്കണമേ. അഭിഷേകം ചെയ്യണമേ, ശക്തീകരിക്കണമേ. എല്ലാ അടിമത്തക്കെട്ടുകളും അടിയട്ടെ, എല്ലാ ബന്ധനങ്ങളും തകരട്ടെ, എല്ലാ മുഖങ്ങളും ഒടിയട്ടെ. ആരാധന, 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 ആരാധന. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. നന്ദിയാലെന്നും വാഴ്ത്തുന്നു സിദ്ധാവേ. പകരം എന്തു നൽകും ഞാനിനി? നന്ദിയാലെന്നും വാഴ്ത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുന്ന ദൈവമേ, തലമുറകളെ വിശുദ്ധീകരിക്കുന്ന ദൈവമേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ.